കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മെമ്പേഴ്സിന് മാത്രമാണ് അത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ട് നമ്മുടെ ചാനലിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ കാണാം. ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ പറയുന്ന എമൗണ്ട് പേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതായത് ശോഭ റാണി വേഴ്സസ് മധുക്കർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഭർത്താക്കന്മാർക്ക് എതിരെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ ചൂഷണം ചെയ്യണം എന്ന ആഗ്രഹം വരികയോ ചെയ്യുന്ന സമയത്ത് ക്രിമിനൽ പാർട്ട്ണറും അവരുടെ വീട്ടുകാരും ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ പരാതികൾ ഭർത്താക്കന്മാർക്ക് എതിരെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഭർത്താക്കന്മാർക്ക് സംരക്ഷണം കിട്ടാവുന്ന തരത്തിലുള്ള ഒരു കേസാണ് ഈ ശോഭ റാണി വേഴ്സസ് മധുക്കർ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്ന 3 പോയിന്റുകൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്: കോടതി എവിഡൻസ് ഈസ് റിക്വയർഡ് ടു പ്രൂവ് ക്രൂവാലിറ്റി എന്നാണ് പറയുന്നത്. ഭാര്യയ്ക്ക് എതിരെ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്രൂരതയ്ക്ക് വ്യക്തമായ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണം എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: പെറ്റീഷൻ ഷുഡ് നോട്ട് ഹാവ് വെയ്ഗ് ആൻഡ് ടു ജനറൽ അലിഗേഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മറ്റു കുടുംബാംഗങ്ങൾക്കെതിരെ ആയിട്ടോ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ മാത്രം പോരാ, ജനറലായിട്ട് കാണുന്ന അലിഗേഷൻസ് ആയിട്ടും കൊടുത്താൽ പോരാ. ഓരോ വ്യക്തികളും എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സമയം, ഡേറ്റ്, മാസം, കൊല്ലം, അതുപോലെ തന്നെ പ്ലെൻറ്റി ഓഫ് എവിഡൻസും നമ്മളവിടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്: cruelty in matrimonial matters, if not admitted, requires to be proved on preponderance of probabilities and not beyond a reasonable doubt as in criminal case എന്നാണ് പറയുന്നത്. അതായത് ഭർത്താവിനെ എതിരെ ഭാര്യ ഒരു ക്രിമിനൽ ഓഫൻസ് ആരോപിക്കുമ്പോൾ ഭർത്താവ് അത് അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക കോടതിയിൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കംപ്ലൈൻറ്റ് ചെയ്ത വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? ദ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആർക്കാണ്? കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള വ്യക്തിക്കാണ്. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കൊടുക്കണം. തെളിവുകൾ കൊടുത്താൽ മാത്രം പോരാ, പിന്നെ എന്താ പറയണത്? നോട്ട് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ആസ് ഇൻ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്. ആ കൊടുക്കുന്ന ഡൗട്ടുകൾ വെച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള റീസണബിൾ ആയിട്ടുള്ള സംശയവും എതിർഭാഗത്തിനോ അല്ലെങ്കിൽ ആ വിധി കേൾക്കുന്ന മറ്റ് ആളുകൾക്കോ തോന്നാത്ത രീതിയിലുള്ള ശക്തമായ എവിഡൻസുകൾ കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ കാശ് കളയാനായിട്ട് ഒരു കാരണവശാലും തെളിവുകളൊന്നുമില്ലാത്ത വ്യാജ പരാതികൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെ കൊടുക്കുന്നത്. കേസ് തള്ളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് നിങ്ങൾക്ക് എതിരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൗണ്ടർ കേസ് ഫയൽ ചെയ്യുവാനും അതുമൂലം നിങ്ങൾക്ക് ഭീമമായ ഒരു നഷ്ടം സാമ്പത്തികമായും മാനസികമായും സംഭവിക്കുവാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആണുങ്ങൾക്ക് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ കേസാണ് ശോഭ റാണി വേഴ്സസ് മധുക്കർ റെഡ്ഡി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.